അപ്പോൾ എല്ലാവർക്കും ഫ്ലേവേഴ്സ് ആൻഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്ന നമ്മളന്ന് ബീഫ് കൊഴുത്ത ഗ്രേവിയോടുള്ള ബീഫ് കറി. അപ്പോൾ എത്ര ബീഫ് എടുത്തിരിക്കുന്നു? ഇത് 1 കിലോ ബീഫുണ്ട്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ബീഫ് കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂണോളം മതിയില്ല കേട്ടോ. നമ്മൾ വീണ്ടും മഞ്ഞൾപ്പൊടി ചേർക്കുന്നതല്ലേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂണോളം ഉപ്പ്. ഇതെല്ലാം ഇട്ടിട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കണം. ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ല വൃത്തിയാക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വേകാനായിട്ട് വയ്ക്കാം. മസാല തയ്യാറാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പെരുംജീരകം, ഗ്രാമ്പു, ഏലക്ക 5 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. 2 ബേ ലീഫ്, 3-4 ചെറിയ പട്ട. ഇത് ഇത്രയൊന്ന് ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു പോകും. മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് പോയി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആണോ? ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. ഉള്ളി ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നാല് പച്ചമുളകുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂണോളം ഇഞ്ചിയുണ്ട്. വെളുത്തുള്ളി ഇതും കൂടെ ഇവിടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഈ ഒരു പരുവത്തിന് ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം. ഇത് ഒരു വലിയ തക്കാളിയാണ്. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി നല്ല വെന്ത് ഉടയണം. സവാളയും തക്കാളിയും ഉള്ളിയെല്ലാം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
മല്ലിപ്പൊടി, ഗരം മസാല. പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഇതിൽ തന്നെ നമുക്ക് മൂപ്പിക്കാം. നല്ല വൃത്തിയായിട്ടൊന്ന് പൊടി മൂത്ത് വരും. നമുക്കിതെല്ലാം ഈ പൊടിയും ഉള്ളിയും എല്ലാം കൂടെ യോജിപ്പിച്ച് തന്നെ ഇളക്കിയെടുക്കാം. ഇതിൽ നിന്ന് പകുതി മസാല നമ്മളെടുത്ത് തണുത്തതിന് ശേഷം അരച്ചെടുക്കും. അരച്ചെടുത്തിനകത്തോട്ട് ചേർക്കുക ചെയ്യുന്നു. ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ച് കണ്ട ഈ ബാക്കി ഇരിക്കുന്ന ഈ മസാല നമ്മൾ ബാക്കി ഇതിൽ വെച്ചേക്കും. അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കും. പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ചൂടുവെള്ളം കുറേശ്ശെ അതിനകത്തോട്ട് ഒരു കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കും. ഇതിനകത്തേക്ക് ഒരു ശകലം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഗരം മസാല ഇത്രയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പിലയും കൂടെ തുറന്നു നോക്കാം ബീഫായിട്ടുണ്ടോ എന്നുള്ളത്. നല്ല ഗ്രേവിയോടുകൂടി നല്ല വൃത്തിയായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് കടുക് വറുത്തൊഴിക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കപ്പയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കൊന്ന് വിളമ്പിയെടുക്കാം.